ഇതില് വിവിധ ഭാരതി കിട്ടില്ലേ? ഏതില്? ഈ റേഡിയോയില്. അതിനിത് റേഡിയോ ആണെന്ന് ആര് പറഞ്ഞു? ഇത് ശ്രുതിപ്പെട്ടിയാ. ഒരു സംശയം ചോദിച്ചതിന് അത്ര ചിരിക്കാൻ. നമുക്കിപ്പോ ക്ലാസ് ഇല്ലേ? ഉണ്ട്. എങ്കിൽ പിന്നെ മണ്ടത്തരം വിളമ്പാതെ അങ്ങോട്ട് പോയിക്കൂടെ? അതെനിക്കറിയാം. പ്രത്യേകിച്ചാരും പഠിപ്പിക്കണ്ട. ഗ്രൗണ്ടിൽ കുട്ടികളെല്ലാം സെറ്റായിട്ട് ഞാൻ ചെന്നാ മതിയല്ലോ. അപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ട് വേണം. ഞാൻ ശ്രദ്ധിക്കായിരുന്നു. ഒരാൾ പാടിക്കൊടുക്കുന്നത് എങ്ങനെയാ മറ്റുള്ളവർ അതേപോലെ പാടുന്നേ? കുട്ടികളാവുമ്പോ പാട്ടിനോടൊരു വാസനയൊക്കെ ഉണ്ടാവും. അതുണ്ടാവും. എന്നാലും പാട്ട് പഠിച്ചു തുടങ്ങാൻ ഏത് പ്രായം നല്ലത്? ചെറിയ പ്രായത്തിൽ പഠിച്ചു തുടങ്ങുന്നതാണ് ഉറക്കാൻ നല്ലത്. എന്താ മാഷക്ക് പഠിച്ചാ കൊള്ളാൻ തോന്നുന്നുണ്ടോ? എനിക്ക് ആ പ്രായമൊക്കെ കഴിഞ്ഞു പോയില്ലേ? എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കണം, നല്ലതാ. അപ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ടീച്ചറെ ഹെഡ് മാഷ് വിളിക്കണോ? ഞാൻ വായനശാലയിലേക്ക് പോവുക. ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ട്. വായനശാലയുടെ സെക്രട്ടറി ഞാനാ. ടീച്ചർക്ക് ഞങ്ങളുടെ നാടൊക്കെ ഇഷ്ടപ്പെട്ടോ? ആ, നാട് കൊള്ളാം. എന്ന് വെച്ചാൽ നാട്ടുകാർ കൊള്ളൂലെന്നാണോ? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ധ്വനി ഉണ്ടായിരുന്നു. ഏയ്, അതുപോട്ടെ, ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ഇത്തവണത്തെ ഓണാഘോഷം ഗംഭീരമാക്കാനാണ് ഞങ്ങളുടെ പരിപാടി. ടീച്ചർക്ക് സ്റ്റേജിൽ പാടാനൊരു ചാൻസ് തരട്ടെ. ഞാനാണല്ലോ സെക്രട്ടറി. താങ്ക്സ്. അത് വേണ്ട. അതെന്താ? അത് ഓണം വെക്കേഷൻ ഞാൻ നാട്ടിൽ പോവും. അല്ല, ഇത്തവണത്തെ ഓണം ഇവിടെ ആകുന്നത് കൊണ്ട് എന്താ കുഴപ്പം? എന്റെ നാട്ടിലായാലും എന്താ കുഴപ്പമുണ്ടോ? അതില്ല. ടീച്ചറിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടില് അന്ന് വന്നൊരു അമ്മാവനില്ലേ, ആ അമ്മാവനുണ്ട്, അമ്മയുണ്ട്, അമ്മായി മക്കളും ഉണ്ട്. അച്ഛൻ? അച്ഛൻ സന്യാസിയാ. സന്യാസിയോ? ആ, ഇപ്പൊ ഏതോ ആശ്രമത്തിലുണ്ട്. അച്ഛൻ അത്രക്ക് ആത്മീയവാദിയാണോ? ആത്മീയവാദിയായിട്ടൊന്നുമല്ല, പ്രാരാബ്ദങ്ങൾ ഏറ്റെടുക്കാൻ വയ്യാത്തോണ്ടാ. ഓഹോ, എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാവും പ്രാരാബ്ദത്തിന്റെ ഒരു കാലഘട്ടം. എന്റെ ജീവിതത്തിൽ ആ ഘട്ടം കഴിഞ്ഞു. ഇപ്പോ ഒന്ന് സെറ്റിൽ ചെയ്യാം എന്നായിട്ടുണ്ട്. ഏതായാലും ടീച്ചറിന്റെ ഈ തുറന്ന മനോഭാവം എനിക്ക് വളരെ ഇഷ്ടമായി. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഇല്ലാത്തതാണിത്. എന്തോ ടീച്ചറിനെ പറ്റി കൂടുതൽ അറിയാനും സംസാരിക്കാനും ആഗ്രഹം തോന്നുന്നു. ആട്ടുംകാട്ട് ഇട്ടാ പോരാ, ചാണടണം. അല്ലെങ്കിൽ ടീച്ചർ നടന്നോളൂ. എനിക്ക് ഇവിടെ ഒരു സ്ഥലത്ത് വായനശാല അവിടെയല്ലേ? വായനശാലയിലേക്ക് നാളെ പോയാലും മതി. അപ്പൊ ജനറൽ ബോഡി മീറ്റിംഗ്? ഞാനാണല്ലോ സെക്രട്ടറി. മീറ്റിംഗ് മാറ്റാം. പുഴുക്കേടുണ്ടെങ്കിൽ വെട്ടിക്കളയടോ. എണ്ണി നോക്കിക്കോളൂ. എന്താടോ പതിവില്ലാതെ ഈ വഴിക്ക്? ഞാൻ പറഞ്ഞില്ലേ, മരുമോന്റെ വീട് പണി നടക്ക ടൗണിലേ. നേരിട്ടൊരു കണ്ണ് വെച്ചില്ലെങ്കിൽ അറിയാലോ. നാളെ എന്തായാലും സ്കൂളിലേക്ക് ഒന്ന് ഇറങ്ങണമെന്ന് ഞാൻ ഇപ്പൊ കുഞ്ഞോട് പറഞ്ഞേയുള്ളൂ. താൻ ഇങ്ങനെ പിണങ്ങിയിരുന്നാ എങ്ങനെയാ? താൻ അവിടെയുള്ളതല്ലടോ എന്റെ ധൈര്യം. ഒന്നുകിൽ ആ തടിമാടനെ അവിടുന്ന് പറഞ്ഞു വിടാനുള്ള വഴി ആലോചിക്കണം, അല്ലെങ്കിൽ ആ മൂരിക്ക് മൂക്കയാടണം. ആരുടെ കാര്യ താനീ പറയണേ? ആ തീറ്റി പണ്ടാരം പീട്ടി മൂക്കുമുട്ട തിന്നുക, സ്റ്റാഫ് റൂമിലിരുന്ന് ഉറങ്ങുക, മറ്റു ടീച്ചേഴ്സിന് ശല്യം ഉണ്ടാക്കുക. ഉറങ്ങണ ആളെ എങ്ങനെയാ ശല്യം ചെയ്യണേ? ഉറങ്ങാന്ന് വെച്ചാൽ ഇടക്കിടക്ക് ഉണരുമല്ലോ, അതൊരു ശല്യല്ലേ? ഏതായാലും നാളെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഒന്ന് പേടിപ്പിക്കാം. കുറച്ചു ദിവസത്തേക്ക് ഒരു സമാധാനം ഉണ്ടാവും. ഭഗവാനെ ഭക്തവത്സല
കാത്തു രക്ഷിക്കണേ. ഈശ്വര. കയ്യിലേന്തിയ വിളക്കിനേക്കാൾ പ്രകാശപൂർണമായ ആ സാന്നിധ്യം എന്നെ സ്വപ്നം കാണുന്നവനാക്കി. എപ്പോഴുമുള്ള സാമീപ്യത്തിനായി എന്റെ മനസ്സ് തുടിച്ചു. കണ്ട അമ്മയും മോളും അല്ലാന്ന് ആരെങ്കിലും പറയൂ? നിർമ്മല വന്നേ പിന്നെ കുഞ്ഞിക്ക് സ്വർഗം കിട്ടിയ മാതിരിയാ. അല്ല, ആരാത്? ഇങ്ങനെ ഒരാളുണ്ടോ? ഒന്നിനും സമയം തികയുന്നില്ല. സ്കൂളിലെ കാര്യങ്ങൾ നോക്കേണ്ട ആൾ പുരപ്പണിക്കും കൃഷിപ്പണിക്കും നടന്നാൽ അവിടുത്തെ കാര്യങ്ങൾ നോക്കാനും ആള് വേണ്ടേ? ബാലൻ അവിടെ ഇല്ലായിരുന്നെങ്കിൽ പണ്ടേ ഇങ്ങനെ സർക്കാർ പറഞ്ഞു വിടുമായിരുന്നു ഇവിടെ എപ്പോഴും പറയാറുണ്ട്. ഉവ്വ്. പിന്നെ ടീച്ചർക്ക് സ്കൂളിൽ വല്ല ബുദ്ധിമുട്ടും ആരെ കൊണ്ടെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞാൽ മതി കേട്ടോ. ആ കുട്ടിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. കുട്ടിയുടെ പാട്ട് കേട്ടാ തനിക്കല്ലേ ബുദ്ധിമുട്ട്? പാട്ട് കേട്ടാ ബുദ്ധിമുട്ടോ? ആ എന്താ ബാല ഇങ്ങനെയൊക്കെ പറയാൻ തോന്നണേ? ഈ മോള് സന്ധ്യക്ക് നാമം ചൊല്ലണത് കേട്ടാ വെറുതെ കണ്ണടച്ചിരുന്നാ മതി. സാക്ഷാൽ അമ്പാടിക്കണ്ണൻ മുമ്പിൽ വന്ന് നിക്കണ മാതിരി തോന്നും. സംഗീതം ജീവിതത്തിന് ആവശ്യമുള്ള സാധനം അല്ലാന്ന് വിശ്വസിക്കുന്നവരോട് അതിന്റെ മഹത്വം പറഞ്ഞിട്ട് എന്താ കാര്യം എന്റെ കുഞ്ഞി? അങ്ങനെയല്ല സാർ. സത്യത്തിൽ ഇപ്പോ പശ്ചാത്തലത്തിൽ സംഗീതം ഇല്ലാതെ ക്ലാസ് എടുക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലായിട്ടുണ്ട് ഞാൻ. എന്നാ ഒരു കാര്യം ചെയ്യാം, നാളെ തൊട്ട് കുറച്ച് പക്കമേളക്കാരും കൂടി ഏർപ്പാട് ചെയ്യാം. എന്താ? ആ നിമിഷത്തിന്റെ നിർവൃതിയിൽ ഞാൻ ഒരാവണി തെന്നലായി മാറി. ഇതെന്ത് പറ്റി? ഏ? അല്ല, ഇന്ന് എന്ത് പറ്റിയെന്ന്? നീ കുറച്ചു കാലം സംഗീതം പഠിച്ചില്ലായിരുന്നോ? അതെ. പിന്നെന്താ നിർത്തിക്കളഞ്ഞത്? ചേട്ടൻ പറഞ്ഞിട്ട്. ഞാനങ്ങനെ പറഞ്ഞോ? ആ. പറയാൻ പാടില്ലായിരുന്നു. ഏ? സംഗീതത്തിന്റെ വശ്യത തിരിച്ചറിയാൻ വൈകിപ്പോയതാണ് എനിക്ക് പറ്റിയ തെറ്റ്. നിനക്ക് ഇനിയും സംഗീതം പഠിക്കണമെന്ന് മോഹമുണ്ടോ? ഇനി അതിനൊക്കെ കാശ് ചെലവാക്കിട്ട് വല്ല കാര്യമുണ്ടോ? കാശ് ചെലവില്ലാതെ പഠിക്കാൻ സാധിച്ചാലോ? അതെങ്ങനെ? അത് ദൈവം കനിയണം. ദൈവം കനിയുമെന്ന് വിചാരിക്കാം, അല്ലേ? ദൈവം ഫ്രീ ആയിട്ട് ഇവിടെ വന്ന് സംഗീതം പഠിപ്പിക്കുമെന്നാണോ? ദൈവത്തിന് മ്യൂസിക് അത്ര വശമില്ല. ചിലപ്പോ വേറെ ആളിനെ അയച്ചേക്കും. ആരെ? തൽക്കാലം ഇത്ര അറിഞ്ഞാ മതി. കഴിഞ്ഞില്ലേ ഇതുവരെ? ഹൈ, ഇന്നത്തെ നേരത്തെ ആണല്ലോ. ആ, ഇന്നിത്തിരി നേരത്തെ പോകേണ്ട ദിവസമാണ്. കഴിക്കാൻ എടുക്കട്ടെ? വേണ്ട, കഴിക്കാൻ നിന്നാലേ ശരിയാവില്ല. എന്ത് പറ്റി? ചെരുപ്പിന്റെ വാറ് പൊട്ടിയോ? പൊട്ടാറായി, പക്ഷെ പൊട്ടിയില്ല. ഈ വഴി കൂടാണ് ഇന്ന് സ്കൂളിൽ പോകുന്നത്? ഈ വഴിക്കും പോകാം. വീട്ടിൽ നിന്ന് മൊത്തം 3 വഴികളാവും സ്കൂളിലേക്ക്. ഒരു വഴി ബോറടിക്കുമ്പോ അടുത്ത വഴി കൂടെ പോകും. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ വഴിയാ. ടീച്ചറിന് ഈ സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ബുദ്ധിമുട്ടായോ? എന്ത്? ഞാൻ വന്നത് ഏകാന്തത ഇഷ്ടപ്പെടുന്നവർക്ക് അന്യരുടെ സാന്നിധ്യം ബുദ്ധിമുട്ടാവൂല്ലോ. എനിക്ക് ഏകാന്തത തീരെ ഇഷ്ടല്ല. എനിക്ക് പേടിയാ. ക്ലാസ് മുറിയിൽ നിന്ന് എന്നെ ഓടിച്ച പോലെ ഈ വഴി കൂടലിന്റെ യാത്രയും. ടീച്ചർ ഇപ്പോഴും അത് മനസ്സിൽ വെച്ചോണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ സംഗീതം എന്റെ ജീവനാണ്. സംഗീതമാണല്ലോ ജീവന്റെ താളം. പാട്ടുപാടി മഴ പെയ്ച്ചതിനെ പറ്റിയൊക്കെ എനിക്കറിയാം. പക്ഷെ ടീച്ചർ, നമ്മൾ ഈ കുട്ടികളെ സ്വരങ്ങൾ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? മുഴുവൻ പഠിപ്പിക്കുന്നതിന് മുമ്പ് കുട്ടികൾ സ്കൂൾ വിട്ടു പോകും. ലളിത സംഗീതമല്ലേ ഒന്നുകൂടെ നല്ലത്? സ്വരങ്ങളാണല്ലോ സംഗീതത്തിന്റെ അടിസ്ഥാനം. അതെ, അതെനിക്കറിയാം. എങ്ങനെ അറിയാം? സംഗീതം പഠിച്ചിട്ടുണ്ടോ? പല പല തിരക്കുകൾക്കിടയിലും പഠിക്കാൻ കഴിഞ്ഞില്ല. ഈ ടീച്ചേഴ്സ് അസോസിയേഷൻ, ജനകീയ ആസൂത്രണം, സഹകരണ ബാങ്ക്, വായനശാല, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ, അങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങളാ. എന്നാൽ സംഗീതം ഞാൻ പഠിക്കും. തോന്നുന്നില്ല. അതെന്താ? സംഗീതം വഴങ്ങുന്നവരെ എനിക്ക് കണ്ടാലറിയാം.